ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യയുടെ മുറപ്പെണ്ണ് വന്ന് നന്ദിനി ടെറസിൽ നിന്നും ഡ്രസ്സ് എടുത്തു കൊണ്ടുവന്നതിനെ തുടർന്ന് തീ കത്തിക്കുന്നതാണല്ലോ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു റിവ്യൂ. അപ്പോൾ അതിനുശേഷമുള്ള കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സൂര്യ അവൾക്ക് മുന്നിൽ ചെല്ലാണ്. എടി, നീ ഇപ്പോൾ എൻ്റെ നന്ദിനിയെ വളരെ തരം താഴ്ത്തിയാണ് ഓരോ ദിവസവും ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നന്ദിനി നിനക്കൊരു ഉപകാരം ചെയ്തപ്പോൾ നീ എന്താ കാണിച്ചത്? നീ അവളുടെ ഡ്രസ്സും നിൻ്റെ ഡ്രസ്സ് ഒരുമിച്ചായി എന്നതിൻ്റെ പേരിൽ ഈ ഡ്രസ്സ് കത്തിക്കുന്നത്, ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല. അവൾ ഈ തറവാട്ടിലെയാണ്, സൂര്യയുടെ പെണ്ണാണ് അവൾ. സൂര്യയുടെ പെണ്ണിനെ തൊട്ട് കളിച്ചാൽ നീ അങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എടി, ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി നീ എൻ്റെ പെണ്ണിൻ്റെ കണ്ണൊന്ന് നിറച്ചു നോക്ക്, പിന്നീട് നിനക്ക് കിട്ടാവുന്ന ശിക്ഷ അതുക്കും മേലെയായിരിക്കും. കാരണം എന്തെന്നറിയോ, നീ എൻ്റെ അമ്മാവൻ്റെ മകളാണെന്നുള്ള ആ ഒരു ഒറ്റ കാരുണ്യം, ആ ഒരു ഒറ്റ ദയ കൊണ്ട് മാത്രമാണ് എന്നോട് നീ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന പത്മ വലിയ സന്തോഷത്തോടു കൂടി നിൽക്കണം കേട്ടോ. അപ്പോൾ പത്മയാണെങ്കിലോ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നിന്നിട്ട് പത്മ ഓടി വന്നിട്ട് ഇവളോട് പറയാണ്, എന്തായാലും മോളെ, നീയാണ് എൻ്റെ മകളാവേണ്ടത്, നീയാണ് യഥാർത്ഥ പെണ്ണ്. ഇങ്ങനെയുള്ള മരുമകൾ കിട്ടാനാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെയുള്ള ഒരാളെ കിട്ടാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ എല്ലാ വീറും വാശിയും എന്നിലുണ്ട് എന്നൊക്കെ എന്നെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം ഈ തൻ്റെ ആങ്ങള, അതായത് പത്മയുടെ ആങ്ങളെയും ഭാര്യ നന്നായി പേടിച്ചിരിക്കുകയാണ്. ഇവരിപ്പോൾ എപ്പോഴും ഇറങ്ങേണ്ടി വരിക എന്നുള്ളത്. കാരണം തൻ്റെ മക്കളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തായാലും പത്മയുടെ നിർത്തില്ല എന്നുള്ളത് അറിയാം. കാരണം പത്മയെ കുഴി തോണ്ടാൻ വേണ്ടിയാണ് ആങ്ങൾ വന്നിരിക്കുന്നതെന്നും പത്മക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് അതങ്ങ് കഴിയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഈ പറയുന്ന വേദ പുറത്തു പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ പുറത്തു പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഉടൻ തന്നെ പത്മ പറയാണ്, എന്തപ്പോൾ നിങ്ങൾ വേദ നീ തനിയെ പുറത്തു പോകുന്നത്? നിൻ്റെ കൂടെ എൻ്റെ മരുമകന്, എൻ്റെ ഈ നിൽക്കുന്ന ആങ്ങളുടെ മകൻ കൂടി പോന്നട്ടെ, അതായത് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ ചെറുക്കനും കൂടി പോരട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ യതീന്ദ്രൻ പറയണം, അയ്യോ അതൊന്നും ഇപ്പോൾ വേണ്ട, ഇവിടുത്തെ ഡ്രൈവറെയും വെച്ച് പോയിക്കോട്ടെ എന്ന് പറയണം. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ പത്മ പറയണേ, ഹേയ് അങ്ങനെയല്ല, ഇപ്പോഴാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് കൈമാറേണ്ടത്, വിവാഹത്തിന് മുന്നേ. അപ്പോൾ ഈ മനസ്സുകൾ തമ്മിൽ ഇവർ ചേർച്ചയുണ്ടോ എന്ന് അറിയാൻ ഇവരുടെ ഈ യാത്ര നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവൻ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയണം. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ മാത്രമാണ് ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. കാരണം ഇവിടെ എനിക്ക് വേദയെ വിവാഹത്തിന് മുന്നേ പുറത്ത് കൊണ്ടുപോകുന്നത് നിങ്ങൾക്കൊന്നും താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളും കൂടി എന്നോട് പറയണം, അങ്കിളും കൂടി എന്നോട് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. അങ്കിളുടെ സമ്മതം എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് നല്ല മാന്യമായ രീതിയിൽ സംസാരിക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ നല്ല വിനയത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ പത്മ പറയണം, മോനെ നീ ഇങ്ങനെ കാല് പിടിച്ച് കെഞ്ചുന്ന ആവശ്യമൊന്നുമില്ല. നീ എൻ്റെ മോളെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ നീയുമായി ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരൊന്നല്ല ഇവിടെയുള്ള ആരും. നീ പറയുന്ന എൻ്റെ ആങ്ങളയുടെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പോൾ കുറച്ച് കാലം USA-ലായിരുന്നു എന്ന് കരുതിയിട്ട് ഇപ്പോൾ നിന്നെ ഇപ്പോൾ എല്ലാവർക്കും അങ്ങ് മറക്കാനും വെറുക്കാനൊന്നും കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നീ നല്ലൊരു പയ്യനാണെന്ന് എനിക്കറിയാം, നീ എൻ്റെ മോളെയും കൊണ്ട് പോയിക്കോ എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന യതീന്ദ്രന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. യതീന്ദ്രൻ പിന്നീട് ഒന്നും മിണ്ടാനാവാത്ത അവസ്ഥയാണ്. കാരണം തൻ്റെ ഭാര്യയെ തനിക്ക് എതിർത്ത് സംസാരിക്കുന്നതിലല്ല, തൻ്റെ ഭാര്യ മറ്റുള്ളവർക്ക് മുന്നിൽ പോവുമല്ലോ, അതുകൊണ്ട് തന്നെ താൻ അവിടെ ശബ്ദമുയർത്താതിരിക്കുകയാണ് യതീന്ദ്രൻ. അങ്ങനെ ഇവർ രണ്ടാളും കൂടി പുറത്തു പോവുകയാണ് കേട്ടോ. പിന്നീട് ഇവർ പുറത്തു പോയി ഈ പറയുന്ന വേദക്കാണെങ്കിലും നല്ല പണക്കാരനാണ് എന്നുള്ള ആ ഒരു അഹങ്കാരഭാവം വേദയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അവനുമായി വല്ലാതെ പ്രണയത്തിലോട്ട് വേദ വീഴാണ്, കാരണം പത്മയുടെ അല്ലേ മോള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കാണിക്കുകയാണ് കേട്ടോ. പക്ഷെ അവന് ബിഗ് സീറോ ആണെന്നുള്ള സത്യം പത്മയും മക്കളും അറിയാൻ കിടക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഈ സമയം വേദയാണെങ്കിലോ വലിയ സന്തോഷത്തോടു കൂടി അവനോട് ചോദിക്കാൻ എങ്ങനെയുണ്ട് നാട്ടുംപുറം. അപ്പോൾ അവൻ പറയാണ്, ഞാൻ നാട്ടുംപുറം ഇന്നൊന്നേലും കാണല് തുടങ്ങിയതല്ല. ഇന്നൊന്നേലും കാണല് തുടങ്ങിയതല്ല, നിങ്ങൾ ഇത്രയും നാൾ US-ലായിരുന്നല്ല. അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ നാട്ടുംപുറം എത്രയോ തവണ ഇതിനു മുന്നേ ചെറിയ കുട്ടിയാകുമ്പോൾ വന്ന് കണ്ടിട്ടുണ്ട്. നിങ്ങളുമായി ഞങ്ങളൊരു കോണ്ടാക്റ്റ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നാട്ടുംപുറം കാണാത്തൊരു വ്യക്തിയൊന്നല്ല എന്നൊക്കെ പറയാണ്. ആയിക്കോട്ടെ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയുണ്ട് നാട്ടുംപുറം ഒരു പ്രത്യേക ഫീലാടോ? അത് പറയാനില്ല, US-നേക്കാളിലൊക്കെ
അല്ലേ? US എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ ഒരു നാട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, പരന്ന് കിടക്കുന്നതിനനുസരിച്ച് അതിനുള്ള ആ ഒരു ഇതും ആളുകൾക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ വാക്കുകൾ പറഞ്ഞ് വേദയെ വീഴ്ത്തിയും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേദ പറയുകയാണ് നമുക്കൊരു കോഫി കുടിച്ചാലോ എന്ന് പറയണത്. അതിനെന്താ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കോഫി കുടിക്കാമെന്ന് പറയണേ. അങ്ങനെ ഒരു കോഫി ഷോപ്പിൽ അവർ കയറുകയാണ് കേട്ടോ. കോഫി ഷോപ്പിൽ കയറുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വേദയുടെ പഴയ കാമുകൻ മുന്നിലോട്ട് കടന്നു വരുന്ന ആ ഒരു രംഗാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം വേദയാണെങ്കിലോ അവന് നേരെ മുന്നിലിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഇത് കാണുന്ന വേദ പെട്ടെന്ന് ഇവനെ വിളിച്ച് പോവാൻ ശ്രമിക്കുകയാണ്. അതായത് തൻ്റെ മുറിച്ചെറുക്കനെ വിളിച്ച് പോവാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ അവൻ മുന്നിലോട്ട് കടന്നു വരികയാണ്. അപ്പോൾ വേദയോട് വന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഇതാരാ, നിന്റെ പുതിയ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്നതിനോട് കൂടി ഇവന് കാര്യങ്ങൾ മനസ്സിലായി. അതായത് ഇവന് ലോക ഉടായ്പാണ് വേദയെ കെട്ടാൻ പോകുന്ന ഈ പത്മയുടെ ആങ്ങളയുടെ മകൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറച്ചെറുക്കന് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ തന്നെ വേദ ഇങ്ങനെ നിന്ന് പരിങ്ങാണ് കേട്ടോ. അപ്പോൾ തന്നെ വേദ, നീ എന്താ ഇതിന് മറുപടി പറയാത്ത, പറഞ്ഞു കൊടുക്കും, ഞാൻ ഇവളുടെ മുറച്ചെറുക്കനാണ്. അതായത് ഇനി വേദയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനാണ് ഞാൻ എന്നുള്ള സത്യം വേദ സ്നേഹിച്ചിരുന്ന പയ്യനോട് പറയാണ് കേട്ടോ. അപ്പോൾ വേദ സ്നേഹിച്ചിരുന്ന ഈ പയ്യനോട് ഇത് പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് അവൻ കൈ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ഇവന് കൈ കൊടുക്കാതെ പോവാണ് വേദയുടെ കാമുകൻ കേട്ടോ. അപ്പോൾ മുറച്ചെറുക്കൻ പറയാണ്, വേദ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു അല്ലേ എന്നിങ്ങനെ വേദയോട് ചോദിക്കണം. ആ സമയം വേദ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് തലങ്ങനെ ചൊറിയാണ്. അപ്പോൾ കാര്യങ്ങൾ ഏകദേശമൊക്കെ പിടികിട്ടിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വേദ പിന്നീട് അവിടെ നിൽക്കില്ല. അവിടെ നിന്ന് പെട്ടെന്ന് പോവാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ നീ ഇവിടെ ഇരിക്കുക, എനിക്കൊന്ന് വാഷ്റൂമിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് മുറച്ചെറുക്കൻ ഈ കാമുകന്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് അവന്റെ അടുത്ത് ചെന്നിരിക്കാണ്. എന്നിട്ട് പറയണം, ഞാൻ വേദയുടെ മുറച്ചെറുക്കനാണ്, വേദയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇനി ഞാനാണ്, അവളുടെ അമ്മാവിന്റെ മകനാണ് ഞാൻ. ഓ ആയിക്കോട്ടെ, നീ വേദയെ സ്നേഹിച്ചിരുന്നു അല്ലേ? ഓ ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് വെച്ചിട്ട് നീ വേദയോട് മിണ്ടാതിരിക്കുന്നതിലോ നീ അവിടെ നിന്ന് തെന്നി മാറുന്നതിലോ എനിക്ക് അതിനോടത്ര യോജിപ്പില്ല. നിങ്ങൾ മിണ്ടണം. കുട്ടികളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഇതൊക്കെ ഉണ്ടാവും. ഞാനും സ്നേഹിച്ചിരുന്നു, സ്നേഹമൊക്കെ ഉള്ളതാണ്. അപ്പോഴേക്കും വേദക്ക് പേടിയാവണം കേട്ടോ. വേദ പെട്ടെന്ന് ഇവരെന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പതിയെ ഒളിഞ്ഞു നിന്ന് കേൾക്കണം. അപ്പൊ ഇത് ഇവൻ കാണുന്നുണ്ട്. ഇവൻ ലോക ഫ്രോഡാണെന്ന് വേദക്ക് അറിയില്ലല്ലോ. അങ്ങനെ വേദ പിറകിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഉടനെ തന്നെ ഇവന്റെ സംസാരം കേട്ട് വേദ ആകെ ഞെട്ടിപ്പോണ്. എന്നിട്ട് ഈ മുറിച്ചെറുക്കൻ വേദയുടെ കാമുകനോട് പറയണേ, നിങ്ങൾ തമ്മിൽ പ്രണയിച്ചത് അത് മുമ്പുണ്ടായിരുന്ന കാര്യം, അതിനോടൊന്നും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ പ്രണയിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അവളെ വിവാഹം കഴിക്കുക എന്നുള്ളത് അത് വേറൊരു സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കഥകൾ മറക്കുക. എന്നിട്ട് കാമുകനായി നടന്നിരുന്നവൻ ഇന്നിപ്പോൾ ഫ്രണ്ട്സായി കാണുക വേദയെ. എന്നിട്ട് വേദയുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം മുന്നിലോട്ട് കൊണ്ടുപോയി നല്ലപോലെ നിങ്ങൾ തമ്മിൽ പെരുമാറുന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയം വേദ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വേദക്ക് പറയാനില്ല. പിന്നീട് വേദ ഓടിപ്പോവാണ്. അങ്ങനെ ഈ സമയം അവന് കൈ കൊടുത്ത് തന്നെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ മനസ്സ് മാറ്റിയിട്ട് വരികയാണ്. വേദയാണെങ്കിൽ പേടിച്ചിരുന്നിരുന്ന വേദ തൻ്റെ ഭർത്താവ് ആവാൻ പോകുന്നവൻ തന്നെ നന്നായി മനസ്സിലാക്കുന്നു എന്നുള്ള ആ സത്യം മനസ്സിലാക്കണം. അങ്ങനെ വേദയോട് പറയണേ, ഇനി നമുക്ക് പോവല്ലേ വീട്ടിലോട്ട്? ഓ പോവാം എന്ന് പറഞ്ഞ് അവർ രണ്ടാളും തിരിച്ചു പോവുകയാണ്. ചെന്നപാടെ ഇന്ദ്രജി ചോദിക്കാണ്, എങ്ങനെ ഉണ്ടടി നിന്റെ മുറിച്ചെറുക്കൻ? അവനെങ്ങനെ? സൂര്യ പറയുന്നത് പോലെ അവനിലൊരു ഫ്രോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. ഒരു കള്ളനാണെന്ന് സൂര്യ പറയുന്നുണ്ട്, അത് നിനക്ക് അറിയാൻ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവനെപ്പോലെ നല്ലൊരു പയ്യനെ ഞാൻ ചേച്ചി എവിടെയും കണ്ടിട്ടില്ല. എൻ്റെ കാമുകനായ അവനെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടു. ആ സമയം അവനോട് പെരുമാറിയ ആ രീതി കണ്ട് ഞാൻ പോലും അമ്പരന്ന് പോയി. അത്രയും നല്ല പയ്യനാണ് അവന്. അവനെപ്പോലെ ഒരു പുരുഷനെ എനിക്ക് കിട്ടിയതിൽ ഭാഗ്യമാണ്. അത് കേൾക്കുന്ന വിജയ്, അയ്യോ എൻ്റെ കാര്യം കഷ്ടമായി. എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നിനക്കുണ്ടാവരുത് വേദേ, അതുകൊണ്ട് നീ നല്ല സന്തോഷവതിയാണ്. അപ്പോൾ അത് കേട്ട വിജയ് പറയുന്നത്, നിന്നെ ഞാൻ എന്ത് ബുദ്ധിമുട്ടിച്ചു എന്നാ പറയുന്നത്? നിങ്ങളൊരു വേസ്റ്റാണ് എനിക്കെന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം പത്മ ഓടി വരികയാണ്. എങ്ങനെയുണ്ടേടി നിന്റെ ഏട്ടൻ പറഞ്ഞതുപോലെ? ഏട്ടനെ എല്ലാം കള്ളത്തരത്തിലൂടെ അല്ലേ ചെയ്യുള്ളൂ. ഈ പറയുന്ന അമ്മയുടെ ആങ്ങളുടെ മകൻ നല്ലൊരു പയ്യനാണ്, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ നല്ലൊരു പയ്യനാണ്, അവൻ്റെ സ്വഭാവം ഇന്ന് എനിക്ക് മനസ്സിലായി മമ്മി. ഇത്രയും നല്ലൊരു പയ്യനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നൊക്കെ വേദ പറയണം. അപ്പോൾ വേദ ഈ വാക്കുകൾ പറയുമ്പോൾ വലിയ സന്തോഷമാവാണ് കേട്ടോ. എന്നാൽ ഈ സമയം സൂര്യയാണെങ്കിലും പറയുന്നുണ്ട്, ഇനി അനുഭവിക്കാൻ കിടക്കുകയാണ് എൻ്റെ പെങ്ങളും എൻ്റെ അമ്മയും. എൻ്റെ അമ്മ ഇതുവരെ കണക്ക് കൂട്ടിയ കണക്കുകളൊന്നും പിഴച്ചിട്ടില്ലെങ്കിൽ ഇനി പിഴക്കാൻ പോവുകയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത്.